താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്. ഡാൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ചേട്ടാ? ഓൾ ടോട്ടൽ ഡാൻസ് നന്നായിരുന്നു. ശോഭനയുടെ നേതൃത്വത്തിൽ അന്ന് ഡാൻസ് കളിച്ചതിന്റെ ഒരു ചെറിയ ഒരു ഓർമ്മ ഇവരുടെ ഡാൻസ് കണ്ടപ്പോൾ ഉണ്ടായി. ചേട്ടാ അടുത്തതായിട്ട് ഒരു എവർഗ്രീൻ ഹിറ്റ് സോങ് ചേട്ടന്റെ അതാരാ വരാൻ പോണേ? പ്രായിക്കര പാപ്പനിലെ ഒരു അടിപൊളി സോങ്. അപ്പൊ എന്തൊക്കെയോ മനസ്സിൽ ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ട് തങ്കു എത്തുകയാണ്. തങ്കുവിന്റെ കൂടെ ദേവിക്കുട്ടി. ഓക്കെ ചേട്ടാ, റെഡിയല്ലേ? എന്റെ പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. ഇത് MG ശ്രീകുമാറോ യേശുദാസോ ജയചന്ദ്രന്റെ പാടിയ പാട്ടല്ല, ഇത് ഞാൻ തന്നെ കഷ്ടപ്പെട്ട് പാടിയ പാട്ടാണ്. എന്തായാലും പാട്ട് നന്നായിരുന്നു. ആ അഭിപ്രായമാണ് എനിക്കും ഉള്ളത്. നന്നായിരുന്നു, നല്ല സൂപ്പറായിരുന്നു, നല്ല രീതിയിൽ പാടി. അത് മാത്രമല്ല ശരണം നന്നായിരുന്നു, പല്ലവി നന്നായിരുന്നു, അനുപല്ലവി നന്നായിരുന്നു. മൊത്തത്തിൽ ഞാൻ ഈ വോയിസിന് കൊടുക്കുന്നത് 100-ൽ 100 മാർക്കാണ്. അല്ല, ഒരു നിമിഷം ഞാൻ പെട്ടെന്ന് കോമഡി ഷോയിലെ ജഡ്ജ്മെന്റ് ആണെന്ന് വിചാരിച്ചു. നിനക്കറിയാമോ കരയാമ്പ് ബിരിയാണി ഇടുന്ന സാധനമല്ലേ? ഇതിൽ കരയാമ്പ് മാത്രമല്ല, അതിനകത്ത് അണ്ടിപ്പരിപ്പ് കിസ്മിസ് ഒക്കെ ഇട്ട് അതിന് ദം ബിരിയാണി ഉണ്ടാക്കി ഇതിന്റെ അപ്പൂപ്പന് ആറ്റങ്ങളുള്ള അപ്പൂപ്പന് കൊടുക്കും. കരയാമോ എന്നല്ല, നിനക്കറിയാമോ ഇന്നലെ ഒരു ജോസിയർ രാജി നോക്കി അല്ല രാശിയോടെ പോയി ഡയലോഗ് പറയുമ്പോ ഒന്നാതെ തപ്പിയാണ് പറയുന്നത്. അതിന്റെ ഇടയിൽ ഇത് തെറ്റിക്കരുത്. ഇന്നലെ ഒരു ജോസിയർ എന്റെ ജാതകം നോക്കി, എനിക്ക് 30 വയസ്സ് കഴിയുമ്പോ എനിക്ക് മാലയോഗം, 60 വയസ്സ് കഴിയുമ്പോ പപ്പുയോഗം, എന്റെ വാതരോഗം. അപ്പൊ ഞാൻ ഇനി പണിക്ക് പോണ്ടേ? അങ്ങനെ നീ പണിക്ക് പോയാൽ എനിക്കത് രാജയോഗം. കണിയാരെ ഒന്ന് പോയി കണ്ടാലോ? എന്തിനാ പറയൂ, ആ തമാശ എന്തിനാണ് പറയൂ. അല്ല, ഈ സ്കിറ്റിന്റെ ഒരു പോക്ക് കണ്ടിട്ടേ ഇതിന്റെ ഒരു ഭാവി അറിയാനാ. ഇതിന്റെ ഭാവി അവരെ ഫ്രണ്ടിലിരിക്കുന്നവര് നമുക്ക് പ്രസാദം മറ്റു കയ്യിൽ തരും. അതുകൊണ്ട് അത് പേടിക്കണ്ട, കയ്യോടെ ചെന്ന് അത് വാങ്ങാം കേട്ടോ. കുഴപ്പമില്ലല്ലോ, നന്നായിട്ടുണ്ടല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി തൊട്ട് ഇവളാണ് എന്റെ പുതിയ കോംബോ. എല്ലാരും സപ്പോർട്ട് ഉണ്ടാകുക, എല്ലാരും പ്രാർത്ഥന ഉണ്ടാകുക. നല്ല രസമുണ്ടായിരുന്നു എല്ലാവർക്കും നാടകം. ആ കൊച്ചിന് A+ കിട്ടിയത് നിന്റെ ഭാഗ്യം. അല്ലെങ്കിൽ MG ശ്രീകുമാറിന്റെ ചിരി ഭയങ്കര ഇഷ്ടമായിരുന്നു. മറ്റേ ചെമ്മീൻ സ്കിറ്റിലെ സത്യൻ മാഷ് അടിപൊളിയായിരുന്നു. ചെയ്തത് ശ്രീകണ്ഠൻ നായർ സാറ് കൊള്ളായിരുന്നു കേട്ടോ. നന്നായിട്ട് ചെയ്ത് അവരെ ഈ പറഞ്ഞു തന്നവർ സ്ക്രിപ്റ്റ് എഴുതിയവർ ചോദിച്ചോക്ക്. നന്നായിരുന്നു കേട്ടോ, നന്നായിരുന്നു. പ്രായിക്കര പാപ്പാനിലൂടെയാണ് ഞാനൊരു പിന്നണി ഗായകനാവുന്നത്.
നല്ല അടിപൊളി പാട്ടായിരുന്നു കേട്ടാ. അതെ. അയ്യോ അത് സംവിധായകൻ സുരേഷ് ബാബു എനിക്ക് തന്ന ഒരു അവസരമാണ്. ബിച്ചു തിരുമല, SP വെങ്കടേഷ്, അവരുടെ സപ്പോർട്ടും ഞാൻ ഈ അവസരത്തിൽ നന്ദിപൂർവ്വം സ്മരിക്കുകയാണ്. ഫീമെയിൽ ആരായിരുന്നു കേട്ടോ പാടി? KS ചിത്ര. ചിത്രയോടൊപ്പം പാടാൻ അവസരം കിട്ടിയ ഒരു ഗായകനാണ്.